യൂദാസിന്റെ വഞ്ചനയെ നാം പലപ്പോഴും ഒരു പെട്ടെന്നുള്ള സംഭവമായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, പെട്ടെന്ന് ശിഷ്യഗണത്തിൽ നിന്നും പിന്മാറുന്നു. പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. യൂദാസിന്റെ വഞ്ചന ആരും കാണപ്പെടാത്ത ഒരു വീഴ്ചയായിരുന്നു. കാരണം വീഴ്ച പലപ്പോഴും നമ്മുടെ നിശബ്ദതയിൽ നിന്നും ആരംഭിക്കുന്നു. അതൊരിക്കലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അതൊരു പ്രക്രിയയാണ്. യൂദാസ് കർത്താവിന്റെ ശിഷ്യഗണത്തിൽ പെട്ടവനായിരുന്നു. അവർ ഒരുമിച്ച് നടന്നു. അവൻ കർത്താവിന്റെ ഓരോ ഉപദേശവും കേട്ടു. അവൻ ഓരോ അത്ഭുതവും കണ്ടു. അവൻ കർത്താവിനോടൊപ്പം ഒരേ മേശക്കരികിലിരുന്ന് അപ്പം മുറിച്ചു ഭക്ഷിച്ചു. എന്നാൽ നിശബ്ദതയിൽ അവന്റെ ഹൃദയം ഇതിനോടകം മാറിക്കൊണ്ടിരുന്നു. അവന്റെ ഉള്ളിൽ ശാന്തമായി എന്തോ വളരുന്നുണ്ടായിരുന്നു. അസൂയ, അഹങ്കാരം, പണത്തിനോടുള്ള ആർത്തി എന്നിവ അവന്റെ ഉള്ളിൽ വേരുപിടിച്ചു. മറ്റു ശിഷ്യന്മാർ അതറിഞ്ഞില്ല. എന്നാൽ യേശു അറിഞ്ഞിരുന്നു. അവനെ അനുവദിക്കുന്നു. പാപം ഒരിക്കലും ശബ്ദമുണ്ടാക്കി വരില്ല. നമ്മുടെ ചെറിയ വിട്ടുവീഴ്ചകളിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ചെറിയ പാപങ്ങൾ പ്രശ്നമില്ല, സാരമില്ല എന്ന് കരുതുന്നിടത്ത് കാലക്രമേണ ഹൃദയം വഞ്ചനയ്ക്കുള്ള നിലമായിട്ട് മാറുന്നു. ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിനോക്കാം. നമ്മുടെ മനസ്സിൽ വിരോധം വളരുന്നുണ്ടോ? പുറമേ നാം വിശ്വസ്തരായി കാണപ്പെടുമ്പോഴും അകമേ വിട്ടുവീഴ്ചകളെ സ്വീകരിക്കുന്നുണ്ടോ? മനസാക്ഷിയുടെ ചില കണ്ടെത്തലുകളും ചോദ്യങ്ങളും നാം അവഗണിക്കുന്നുണ്ടോ? യൂദാസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിശബ്ദമായ അകലം പാലിക്കൽ ഏറ്റവും അപകടകരമായ വഴിയാണ്. അതിനായി ദിനംപ്രതി നമ്മുടെ ഹൃദയം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം നശിപ്പിക്കുന്ന നിശബ്ദമായ, ആരും കാണപ്പെടാത്ത വിചാരങ്ങളെയും ചിന്തകളെയും നാം ശ്രദ്ധിക്കണം. കാരണം വഞ്ചനയും വീഴ്ചയും നിശബ്ദതയിൽ ആരംഭിക്കുന്നു. നമ്മുടെ ഹൃദയം നമ്മിൽ നിന്നും അകലുമ്പോൾ ആരും കാണില്ല, പക്ഷേ ദൈവം കാണുന്നു. വഞ്ചന യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് നമ്മെ ഉണർത്താൻ അവൻ നമ്മെ വിളിക്കുന്നു.